നമസ്കാരം. ആദിത്യൻ മേടം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് മേടമാസം എന്ന് പറയുന്നത്. കൊല്ലവർഷത്തിലെ 9ാമത്തെ മാസമാണ് മേടം. രാശിചക്ര നിയമപ്രകാരം 360 ഡിഗ്രിയുള്ള രാശിചക്രത്തിന്റെ ആരംഭബിന്ദു എന്ന് പറയുന്നത് സൂര്യൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സംക്രമിക്കുന്ന ഈ സമയമാകുന്നു. ഈ വർഷത്തെ മേടമാസം 31 ദിവസങ്ങളുണ്ട്. 2024 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയാണ് മേടമാസം വരുന്നത്. ഈ മേടമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. നേട്ടങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ രണ്ട് വിഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാരും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതായ നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വളർച്ച മുഖ്യമായ സമയമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള വളർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം എന്ന പ്രത്യേകതയും അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ ലാഭകരമായി മാറുന്ന സമയം കൂടിയാണ് ഇത്. സ്വന്തം മുതൽ മുടക്കി കച്ചവടം ചെയ്യുന്നവർക്ക് ക്ലേശിക്കേണ്ടി വരില്ല എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആധിപത്യം എല്ലാ മേഖലകളിലും പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചുമതലകൾ വർദ്ധിക്കും. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ശത്രുക്കളുടെ കരുനീക്കങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ശുഭവാർത്ത വന്നു ചേരുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ദോഷങ്ങളിൽ നിങ്ങൾക്ക് അകന്നു പോകുന്ന ഒരു സമയമാണ്. അപകട സാധ്യത പോലും അകന്നു പോയിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ മാസം ഉയർച്ച നേടുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. എന്നിരുന്നാൽ പോലും അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ഉന്മേഷവും ഊർജ്ജസ്വലതയും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ശനിയും ചൊവ്വയും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ധനപരമായ ഞെരുക്കങ്ങൾക്ക് അയവ് വന്ന് ചേരുന്ന സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട് വളർച്ചയും വരുമാന വർധനവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ആഗ്രഹസിദ്ധി കൈവരുന്ന സമയമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത വർദ്ധിക്കുന്നതായ ഒരു സമയമായി തന്നെ ഈ സമയം മാറും. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അധ്വാനം അനിവാര്യമായ സമയം തന്നെയാകുന്നു. ഈ സമയം പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. ശരീരക്ലേശം, അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ അകന്നു പോകും. ഒരു പരിധിവരെ കാര്യവിളംബം ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന സമയമാണ്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് സമയം. ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളും ഇണക്കങ്ങളും തീർച്ചയായും വന്നു ചേരുന്ന സമയമാണ്. എന്നാൽ പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും. വസ്തു വിൽപ്പനയ്ക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
ഗ്രഹങ്ങളുടെ ശുഭാവസ്ഥ സ്ഥിതി വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന ഒരു ത്വര വന്നു ചേരുന്നതാണ്. അതിനാൽ ലക്ഷ്യബോധം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. കർമ്മമേഖല ഏതായിരുന്നാലും അതിൽ നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ നേരിടേണ്ടതായി വരും. എന്നാൽ അവർ പോലും അനുകൂലിക്കുന്ന നിലപാടെടുക്കുകയോ മൗനത്തിൽ ഏർപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഗവേഷണ രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ തെളിയും. അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വിവാഹം ഉറപ്പിക്കുവാനുള്ള സാധ്യത, അനുകൂലമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ അകലുന്ന സമയമാണ്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് ഊർജം ചെലവിടേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുവാനുള്ള സാധ്യത കുറവാണ്. ഈ സമയം പിതാവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കലഹങ്ങളും ഇപ്പോൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. തർക്കിച്ച് നിൽക്കുന്നവരെ അടുപ്പിക്കുവാൻ, പിണക്കം മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ്. നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിലുണ്ട്. കൂടാതെ രാശിനാഥനായ ആദിത്യനും ഉച്ചരാശിയിലാണ്. ഇവ രണ്ടും പൂരം നാളുകാർക്ക് ശക്തി പകരുന്ന ഘടകങ്ങളാണ് എന്ന കാര്യം ഓർക്കുക. ഇച്ഛാശക്തിയും ജ്ഞാനവും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നീണ്ടുപോയ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വായ്പ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സമൂഹത്തിലെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പൊതുപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ മറന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം യാത്രകൾ നടത്തേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ധനപരമായ ഉയർച്ചയ്ക്കും വ്യാപാരം മെച്ചപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എന്നാൽ ഈ മേടമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവർ ഞാൻ ഈ പറയുന്നതായ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതിന് സഹായകരമാകും. ഒരു പരിധിവരെ ഇവർ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക. പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ആദിത്യൻ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതല്ല. അതിനാൽ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. അംഗീകാരങ്ങൾ ലഭിക്കണം എന്നില്ല. ബിസിനസ്സിൽ വളർച്ച വളരെ മന്ദഗതിയിലാകും. വായ്പകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ സമയം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കുറവാകുന്നു. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പിന്തുണ ലഭിക്കണം എന്നില്ല. ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭഫലത്തിലുള്ള കാര്യങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഗൃഹനിർമ്മാണം മന്ദഗതിയിലേക്ക് നീങ്ങാം. കൂടാതെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ദുർഘടങ്ങൾ നേരിടേണ്ടതായി വരുന്ന സമയമാകുന്നു.
ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടും. തീർച്ചയായും ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തുക. തീർച്ചയായും ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാകും. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്കും ഈ സമയം അത്ര ശുഭകരമല്ല എന്ന് പറയാം. കർമ്മമേഖലയിൽ തടസ്സങ്ങൾ വന്ന് ചേരുന്ന സമയം. പുരോഗതി വേണ്ട വിധം വന്ന് ചേരണം എന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു. അനാവശ്യമായ രീതിയിലുള്ള പല ചിന്തകളും മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, വരുമാന നഷ്ടം എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതല്ല. അത് നിങ്ങളുടെ വളരെയധികം പ്രശ്നങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾക്ക് കാരണമാകാം. രോഗങ്ങൾ വർദ്ധിക്കാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. വ്യാപാര നഷ്ടവും സംഭവിക്കാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ മേടമാസത്തിൽ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ശുഭകരമല്ല സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം പല രീതിയിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കാം. വരുമാനം പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. അഥവാ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാം. വായ്പാ തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കാം. ആഗ്രഹ സാഫല്യം സംഭവിക്കാത്തതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പ്രവൃത്തികൾ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നതായ സമയമാകുന്നു. 3 തവണ ആലോചിക്കാതെ ഒരു കാര്യവുമായി മുന്നോട്ട് പോകരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർ ഞാൻ ഈ പറയുന്ന പരിഹാരം കൂടി ചെയ്യേണ്ടതാകുന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവർ പ്രത്യേകിച്ചും ധാരയും പിൻവിളക്കും കൂവളമാലയും ചാർത്തുക. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. ഇഷ്ടദേവതയെയും ഭജിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 2, 3, 4 ഭാവങ്ങളിൽ പാപഗ്രഹം ഉള്ളതിനാൽ വാക്കിൽ പാരുഷ്യമേറും. യാഥാർത്ഥ്യം മറച്ചുവെച്ച് സംസാരിക്കുന്നതായി പലർക്കും തോന്നുന്നതാണ്. കൂടാതെ ഈ സമയം പലരുടെയും സഹായം നിങ്ങൾക്ക് അനിവാര്യമായി തീരും. യാത്രാ ക്ലേശങ്ങൾ വന്നു ചേരും. അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കണം എന്നില്ല. ധനപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. എന്നാൽ നിങ്ങൾക്ക് ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കണം എന്നില്ല. വരവിനേക്കാൾ ചെലവ് ഈ സമയം വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം. ഈ സമയം പഴയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുകയും അതിൽ ലാഭങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വ്യാപാരവുമായി ബന്ധപ്പെട്ടും മാനസികപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് മാനസികപരമായ ക്ലേശങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾ തീർച്ചയായും കൂവളമാലയും പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ നിത്യവും 108 തവണ ജപിക്കുക. നിത്യവും ഒരേ സമയം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ അത് ഒഴിവാക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. ഈ സമയം അപകടം, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. വീഴ്ചകൾ സംഭവിക്കാം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവപ്പെടാം. തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. അപമാനം നേരിടേണ്ടതായി വരും. ദുഷ്പ്രവൃത്തികളിൽ വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടതായി വരും. മറ്റുള്ളവരുടെ ദുഷ്പ്രവൃത്തികളാൽ
നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടതായി വരാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉപദ്രവം നേരിടേണ്ടതായി വരാം. പല കാര്യങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരുകയും ചെയ്യാം. പല കാര്യങ്ങളിലും അപമാനം നേരിടേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഈ സമയം ശനീശ്വരനെ ഭജിക്കുന്നതും ഉത്തമമാകുന്നു. ശനിയാഴ്ച എള്ളുതിരി തെളിയിക്കുന്നതും ശുഭകരമാണ്. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഇത്തരം ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക.